വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സന്തോഷത്തോടെ യേശുനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഔദ്യോഗികമായ ഒരു ആവശ്യത്തിനായി കേരളത്തിന് വെളിയിൽ 2 ദിവസം പോകേണ്ടി വന്നു. എനിക്ക് 2 ദിവസവും വെറും 1 മണിക്കൂർ മാത്രമാണ് ജോലി സംബന്ധമായി ഒരു കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് എന്നതിനാൽ അതിന് തൊട്ടടുത്തുള്ള ഒരു കോൺവെൻറ്റിലാണ് താമസ സൗകര്യം അറേഞ്ച് ചെയ്ത് കിട്ടിയത്. എനിക്കും ഏറെ സന്തോഷമായി. ഈ 2 ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുമല്ലോ എന്ന് ചിന്തിച്ചു. അവിടുത്തെ ഏതാനും സിസ്റ്റേഴ്സുമായിട്ട് പരിചയപ്പെടാനിടയായി. എന്നാൽ ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏതാനും സിസ്റ്റേഴ്സ് കൗൺസിലിങ്ങിനായിട്ട് വരികയുണ്ടായി. കാരണം ഒരു ദിവസത്തിൻ്റെ ഏറെ മണിക്കൂറുകളിൽ ഞാൻ തനിയെ ആയിരിക്കും, ഫ്രീ ആയിരിക്കും, കുറച്ച് സമയമെല്ലാം ചാപ്പലിൽ പോയി ചെലവഴിക്കുകയും ചെയ്യും. ഒരു സിസ്റ്ററിനോട് സംസാരിച്ചപ്പോൾ മനസ്സ് ഏറെ അസ്വസ്ഥമാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയുണ്ടായി. സിസ്റ്റർ പുറമേ ഏറെ സന്തോഷവതിയായി കാണപ്പെട്ടു എങ്കിലും മനസ്സിലെ ദുഃഖഭാരവും അസ്വസ്ഥതകളും നിറഞ്ഞാണ് ഇരിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയുണ്ടായി. വളരെ നാളുകളായി അതിഭയങ്കരമായ തോൾ വേദനയും കഴുത്ത് വേദനയും അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ സിസ്റ്റർ അതിനുള്ള കോളർ ഇടാൻ തയ്യാറെടുപ്പിൽ ആയിരുന്നു താനും. വചനം ലഭിച്ച അനുസരിച്ച് ഞാൻ ചോദിച്ചു, സിസ്റ്റർ മനസ്സിൽ ഏറെ ഭാരപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്? അല്ല എന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും സിസ്റ്ററിന് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഒരു ഫോൺ കോൾ വരികയും വെളിയിൽ പോവുകയും ചെയ്തു. പ്രാർത്ഥനയിൽ ഞങ്ങൾ 2 പേരും ഏറെ ചിലവഴിച്ചിരുന്ന മണിക്കൂറായിരുന്നു കടന്നുപോയത്. തിരിച്ചു വന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, പരിത്യക്തയായ ആളുടെ വിലാപം എന്ന ഭാഗമാണ് കിട്ടുന്നത്. ഏറെ വിഷമം ഉള്ളിലുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു. പ്രിയപ്പെട്ടവരെ, തുറന്ന് സംസാരിച്ച സമയത്താണ് വളരെ ഉയർന്ന ഒരു ജോലിയും അതിലേക്കുള്ള അഭിവൃദ്ധിയും എല്ലാം അതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്ന സിസ്റ്ററിന് ആ ഒരു സഹായം ആവശ്യമായി വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അല്പം ഒന്ന് അകലേണ്ടതായിട്ട് വന്നു. ഉയർന്ന ഒരു ജോലിയും ഒരു സ്ഥാനവും അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ഒരു പ്രലോഭനമായി മറ്റൊരാളിലേക്ക് സഹായം ചോദിച്ച് ചെല്ലാനിടയായപ്പോൾ ദൈവത്തിൽ നിന്ന് അത് സിസ്റ്ററെ അല്പമൊന്ന് അകറ്റിക്കളഞ്ഞു എന്നതാണ് ആ ദുഃഖത്തിൻ്റെ കാരണം എന്ന് വെളിപ്പെട്ട് കിട്ടുകയുണ്ടായി. അന്ന് ഞാൻ ആ സിസ്റ്ററിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നാം ഏത് ലക്ഷ്യത്തിലേക്കാണ് ഈ ഒരു
ജീവിത അവസ്ഥയിലേക്ക് കടന്നു വന്നത് എന്ന് ചിന്തിക്കണം. കർത്താവിൻ്റെ മണവാട്ടിയായിട്ടാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ടാണ് നാം ഈ ഒരു ജീവിത അന്തസ്സിലേക്ക് കടന്നു വന്നത് എന്നിരിക്കെ, ഒരു ജോലിയിലേക്കുള്ള ഉയർന്ന ചവിട്ടുപടികളും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും എന്ന് വരികിൽ അത് വേണ്ട എന്ന് വയ്ക്കാൻ നമുക്കായിക്കൂടെ? പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെ നാം കടന്നു ചെല്ലുമ്പോൾ പ്രലോഭനങ്ങൾ ഏതൊരാൾക്കും ഉണ്ടാകും എന്നത് സർവ്വസാധാരണമാണ്. പക്ഷേ ഈ പ്രലോഭനങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനിടയായാൽ ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് ആ പ്രലോഭനങ്ങളെ നാം അതിജീവിക്കുക തന്നെ വേണം. യേശു ക്രിസ്തു തന്നെ പ്രലോഭനങ്ങൾക്ക് വിധേയനായതിൻ്റെ ഭാഗങ്ങൾ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടല്ലോ. നമുക്ക് അതിലേക്കൊന്ന് കടന്ന് ചെന്ന് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പരീക്ഷിക്കപ്പെട്ട ഭാഗമാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. വചനം ഇങ്ങനെ പറയുന്നു: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മടങ്ങിയ യേശുവാണ് പ്രലോഭനങ്ങളെ അഭിമുഖീകരിച്ചത് എന്ന് നാം ചിന്തിക്കണം. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. നാമും പ്രാർത്ഥനാ ജീവിതത്തിനായിട്ട് ഒഴിഞ്ഞു വയ്ക്കുന്ന ഉന്നത ലക്ഷ്യങ്ങളോടെ കർത്താവിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണല്ലോ പ്രലോഭനങ്ങളെ അഭിമുഖീകരിക്കാറുള്ളത്. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാവാൻ പറയുക. നാമും ചില പ്രത്യേക നിയോഗങ്ങൾക്കായി അല്പം കൂടെ പരിശുദ്ധാത്മാവിനാൽ ഒന്ന് നിറയുന്നതിനായി ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ തീക്ഷ്ണമായി വരുന്ന സമയത്തായിരിക്കും വലിയ പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിൽ എത്താറുള്ളത്. ഉപവാസവും നോയമ്പും ഒക്കെ നോക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും വലിയ ഒരു വിരുന്ന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക. പല ന്യായീകരണങ്ങളും നാം അതിന് കാണാറുണ്ട്. വലിയ വിരുന്നുകൾ വെള്ളിയാഴ്ചകളിലും ഉപവാസ ദിനങ്ങളിലും വരുമ്പോൾ പലരും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, ഇന്ന് ഒരു ദിവസത്തേനല്ലേ ഉള്ളൂ, നാം അത് തിരസ്കരിച്ചാൽ ഇത് അറേഞ്ച് ചെയ്ത ആൾക്ക് അതൊരു വലിയ വിഷമമാവുകയില്ലേ? വേറൊരു ദിവസം നോയമ്പെടുത്താൽ എന്താണ് കുഴപ്പം? വേറൊരു ദിവസം ഉപവാസത്തിലേക്ക് കടക്കാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതേ പരീക്ഷണങ്ങളിലൂടെയാണ് യേശു ക്രിസ്തു കടന്നുപോയത് എന്ന് നാം ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വീണ്ടും വചനം തുടരുന്നു. യേശു എങ്ങനെയാണ് ആ പരീക്ഷണത്തെ നേരിട്ടത്? യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് വചനം പറയുന്നത്. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. പ്രശസ്തിയും സ്ഥാനമാനങ്ങളും അധികാരവും എല്ലാം നമ്മെ പ്രലോഭിപ്പിക്കും എന്നല്ലേ ഈ വചനങ്ങൾ പറയുന്നത്. യേശുക്രിസ്തു എങ്ങനെയാണ് അതിനെ അതിജീവിച്ചതെന്ന് നമുക്ക് നോക്കാം. 8-ാം വചനം ഇങ്ങനെ പറയുന്നു. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ. കർത്താവിനോടുള്ള ആരാധനയ്ക്കും പൂജ്യതയ്ക്കും എന്തെല്ലാം കാര്യങ്ങൾ നമുക്കെതിരായി വരുന്നോ അവ
നാം നീക്കിക്കളയുക തന്നെ വേണം എന്നാണ് വചനം പറയുന്നത്. വീണ്ടും 9-ാം വചനം, അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. വചനം പ്രലോഭനത്തിന് പിശാച് ഉപയോഗിക്കുന്ന 3-ാമത്തെ പ്രലോഭനമാണ് നാം കാണുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ ശരിയല്ല എന്ന നിലപാട് നാം എടുത്താൽ മറ്റുള്ളവർ വചനം ഉപയോഗിച്ച് അതിനെ തടയിടാൻ ശ്രമിക്കുന്നത് നാം പലപ്പോഴും കാണാറുണ്ടല്ലോ. തർക്കിക്കാനല്ല ആ സമയം നാം ചെലവഴിക്കേണ്ടത്, മറിച്ച് യേശു പറഞ്ഞതുപോലെ 12-ാം വചനം, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരുന്നു. അടുത്ത വചനം ഏറെ പ്രധാനമാണ്. 13-ാം വചനം പറയുന്നു, അപ്പോൾ പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. അതിനർത്ഥം സ്ഥിരമായി വിട്ടുപോകുന്നു എന്നല്ല. ആ പ്രലോഭനത്തെ അതിജീവിച്ച് കുറച്ച് നാളത്തേക്ക് ഇതെല്ലാം തീർന്നു എന്ന് വരാം. വീണ്ടും പ്രലോഭനങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടത് തന്നെയാണ്. അവ എല്ലാവർക്കും ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അതിജീവിക്കാൻ എങ്ങനെ, എന്ത് നാം ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വചനങ്ങളെല്ലാം നമ്മോട് സംസാരിക്കുന്നത്. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാം വചനം ഇങ്ങനെ പറയുന്നു, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ശരീരത്തിൻ്റെ ചില സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നാം പ്രലോഭനങ്ങളിൽ വീഴാറുള്ളത്. വിശപ്പ്, ദാഹം, ശരീരത്തിൻ്റെ സുഖങ്ങൾ എന്നിവയ്ക്കായി ചിലപ്പോഴെങ്കിലും നാം ദൈവത്തെ തള്ളിപ്പറയാറില്ലേ? നമ്മുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാക്കാറില്ലേ? വചനം പറയുന്നത് പോലെ പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് നാം പ്രവർത്തിക്കുന്നത്. മനസ്സുകൊണ്ട് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ബാഹ്യമായ പല കാര്യങ്ങളും നമ്മെ അതിൽ നിന്ന് പിടിച്ചു വലിക്കാറില്ലേ? പ്രധാനമായും വിശുദ്ധ കുർബാന, ആരാധന, ഇതിലൊക്കെ പങ്കെടുക്കാനുള്ളപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ എത്ര എളുപ്പത്തിലാണ് നാം അത് മാറ്റിവെക്കുന്നത്. നാളെയാണെങ്കിലും കൂടാമല്ലോ. നമ്മുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ പ്രലോഭനങ്ങളുടെ സമയത്ത് നാം തിരിച്ചു പറയാറില്ലേ? 1 കോറിന്തോസ് 10-ാം അധ്യായം 13-ാം വചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതൊരു പാക്കേജാണ് എന്നാണ് വചനം പറയുന്നത്. പ്രലോഭനങ്ങൾ ഉണ്ടാകും, എന്നാൽ അവയെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം തരും. അത് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുക എന്നതാണ് സർവപ്രധാനം. സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 10-ാം വചനം ഇങ്ങനെ പറയുന്നു, മകനെ, പാപികളുടെ പ്രലോഭനത്തിന് നാം വഴങ്ങരുത് എന്നാണ് വചനം നമ്മോട് സംസാരിക്കുന്നത്. എസക്കിയലിൻ്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം വചനത്തിൽ എങ്ങനെയാണ് പ്രലോഭനങ്ങൾ നമ്മിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞ നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞ് കളയണം. ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങളിൽ ആരും അശുദ്ധരാകരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്നാൽ ഇതിന് നേരെ വിപരീതമായി അവർ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രലോഭനങ്ങളെല്ലാം നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയും
ചെവികളിലൂടെയാണ്. കണ്ണുകൾക്ക് കൺപോളകളുണ്ട്. ഷട്ടർ ഇടുന്ന പോലെ ആവശ്യമില്ലാത്ത പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങൾ കാണാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അതുപോലെ ശ്രവണം. ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് പ്രലോഭനങ്ങളിലേക്ക് നാം നയിക്കപ്പെടുക. ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ വിടണം എന്ന് കേട്ടിട്ടില്ലേ? ചില കാര്യങ്ങൾ സെലക്റ്റീവായിട്ട് നമ്മൾക്ക് കേൾക്കാതിരിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, മൊബൈൽ ഫോണിൽ അമിത ശ്രദ്ധയോടെ ഇരിക്കുന്ന കുട്ടികളോട് എന്ത് കാര്യം പറഞ്ഞാലും ചിലപ്പോൾ അവരത് ശ്രദ്ധിക്കാറുമില്ല, കേൾക്കാറുമില്ല. നമ്മൾക്ക് പ്രലോഭനമുണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് നമ്മുടെ ചെവികളെ നാം മാറ്റുക തന്നെ വേണം എന്നാണ് ഈ വചനം പറയുന്നത്. വീണ്ടും കർത്തൃപ്രാർത്ഥനയിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വചനം. ഇങ്ങനെ പറയുന്നു: ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്തൃപ്രാർത്ഥനയാണ്. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രലോഭനങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുക തന്നെ വേണം. വീണ്ടും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. ഈ വചനങ്ങളിൽ പറയുന്നത് ദുഷ്പ്രേരണകൾ നൽകുന്നവരെ സൂക്ഷിക്കുക എന്ന് തന്നെയല്ലേ? സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ശക്തികളെന്ന് പറയുന്നത് പോലെ ഏറെ ഭക്തിപൂർവ്വം ജീവിക്കുന്ന അൽമായർക്കും സന്യസ്തർക്കും ഒക്കെ ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകാം എന്നതാണ് വാസ്തവം. 18-ാം അധ്യായം 6-ാം വചനം ഇങ്ങനെ പറയുന്നു: എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. 8-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: നിന്റെ കൈയോ കാലോ നിനക്ക് പാപഹേതു ആകുന്നെങ്കിൽ അത് വെട്ടി എറിഞ്ഞുകൊള്ളുക. 2 കൈകളും 2 കാലുകളും ഉള്ളവനായി നിത്യ അഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. വീണ്ടും 9-ാം വചനം പറയുന്നു: നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക. 2 കണ്ണുകളോടും കൂടെ നരക അഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് 1 കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. പ്രലോഭനങ്ങളെ ഒഴിവാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത്. വീണ്ടും ഏറെ സന്തോഷത്തോടെ ഒരു ധ്യാനത്തിന് ശേഷവും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ആഴപ്പെട്ടതിന് ശേഷവും എത്ര പെട്ടെന്നാണ് പ്രലോഭനങ്ങൾ ആളുകളെ കീഴടക്കുന്നത് എന്നാണ് അടുത്ത വചനം പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാം വചനം: പാറയിൽ വീണ വിത്ത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണുപോകുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിൾ വചനങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്നും അവയെ അതിജീവിക്കാനുള്ള വഴിയും. ഉപവാസവും പ്രാർത്ഥനയും മൂലം മാത്രമേ പിശാചിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വചനം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വീണ്ടും കുടുംബജീവിതത്തിലും പ്രലോഭനങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുടുംബ ജീവിതത്തിലെ ദമ്പതികൾ സുപ്രീം കോടതിയോ അതിനു മേലുള്ള കോടതിയോ എന്ത് വിധി തന്നാലും വചനം അനുസരിക്കുന്നവർ വചനം എന്താണ് പറയേണ്ടത് എന്നാണ് ശ്രദ്ധിക്കുന്നത്. പല കൗൺസിലിങ്ങിന് വരുന്ന ദമ്പതികളും പറയാറുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന സുഖവും സന്തോഷവും ഗുണഗണങ്ങളും ഒന്നും എൻ്റെ പങ്കാളിയിലില്ല. അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരാളെ സ്നേഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റ് തന്നെയാണ്. വചനം ഇങ്ങനെ പറയുന്നു, 1 കൊറിന്തോസ് 7:2: എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നതുകൊണ്ട് പുരുഷന് ഭാര്യയും
സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. കുടുംബജീവിതക്കാരോടാണ് ഈ വചനം സംസാരിക്കുന്നത്. പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വചനം അനുസരിക്കുന്ന വ്യക്തി ഇവയെ അതിജീവിക്കുക തന്നെ വേണം. ബൈബിൾ പ്രകാരം ജീവിതത്തിൽ തെറ്റ് എന്ന് പറയുന്നത് കോടതി പറഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി 1 തിമോത്തി 6:9 വചനം ഇങ്ങനെ പറയുന്നു: എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നാം പ്രലോഭനത്തിൽ സാധാരണ വീണു പോകാറുള്ളത്? ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്കും പതിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 21-ാം വചനം ഇങ്ങനെ പറയുന്നു: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ പ്രലോഭനത്തിലേക്ക് നയിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ പറയാറുണ്ട്. സുഖജീവിതത്തിനായിട്ടാണ് ഇന്ന് ഏറെ വിദ്യാർത്ഥികളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നതും അതിൻ്റെ കച്ചവടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും കടക്കുന്നതും എന്നത് ഏറെ ദുഃഖകരമായ വസ്തുതയാണ്. അടിച്ചു പൊളിച്ച് ജീവിക്കുക, ഇഷ്ടം പോലെ ധനം കയ്യിലുണ്ടാവുക, സുഖലോലുപരായി ജീവിക്കുക, ജീവിത വ്യഗ്രത, കൈക്കൂലിയിലേക്കും അതുപോലെ ഒരുപാട് മറ്റ് പ്രലോഭനങ്ങളിലേക്കും വഴിവിട്ടുള്ള ജോലികളിലേക്കും ധന ആഗമ മാർഗങ്ങളിലേക്കും എല്ലാം മനുഷ്യനെ നയിക്കുന്നു എന്നതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് സംസാരിക്കുകയാണ് ഇവയെല്ലാം ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യം. നമുക്ക് സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-1 സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. പല വ്യക്തികളെയും തെറ്റിൽ നിന്ന് രക്ഷിക്കാൻ പോകുമ്പോഴാണ് ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികൾ വരെ ആ പ്രലോഭനത്തിലേക്ക് തന്നെ വീണു പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. വീണ്ടും 2 പത്രോസ് 2:18 ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ തെറ്റിൽ ജീവിക്കുന്നവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷ പ്രാപിച്ചവരെ വ്യർത്ഥമായ വാഗ്ധോരണി കൊണ്ട് വിഷയാസക്തമായ ദുർവിചാരങ്ങളിലേക്ക് അവർ പ്രലോഭിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഓടിയകലുവിൻ. എന്ത് തർക്കത്തിലും നല്ലത് ചീത്തയാക്കാനും ചീത്തയായത് നല്ലതാക്കാനും ശ്രമിക്കുന്ന ആൾക്കാരെ സൂക്ഷിച്ചു കൊള്ളണം എന്നും പറയുന്നു. അവസാനമായി ഒരു വചനം നമ്മെ വഴി നടത്തും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-8 ഇങ്ങനെ പറയുന്നു: എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ആണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായ നാം അതിൽ നിന്ന് നമ്മെ അകറ്റുന്നത് എന്താണോ അതൊരു പ്രലോഭനമായി കണക്കാക്കി അത് വലിച്ചെറിയാനും ഉച്ഛിഷ്ടം പോലെ ഉപേക്ഷിക്കാനും തയ്യാറാകേണ്ടതാണ്. വില കൊടുക്കുന്നവർക്കേ യേശുവിനെ ലഭിക്കുകയുള്ളൂ എന്നതാണ് സത്യം. പ്രലോഭനങ്ങൾ നേരിടുന്ന സമയത്ത് കർത്താവിൽ നിന്ന് നമ്മെ അകറ്റുന്നതെല്ലാം വേണ്ടാന്ന് വയ്ക്കാൻ നമുക്കാവണം. അതിന് ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ ഏറെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് ആവശ്യമാണ്. നമുക്ക് പ്രലോഭനങ്ങളിൽ പെട്ടിരിക്കുന്നവരെയും അതിലേക്ക് നയിക്കുന്നവരെയും ഒക്കെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഇടപെടട്ടെ. ദൈവം പറഞ്ഞതുപോലെ തന്നെ, വചനം പറഞ്ഞതുപോലെ തന്നെ മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നമുക്കില്ല. അതുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ശക്തി കൂടെ ദൈവം നമുക്ക് തരും. ആ ശക്തി തിരിച്ചറിയാനും അത് പ്രയോജനപ്പെടുത്താനും കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്കാകട്ടെ. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം.
കർത്താവെ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം അങ്ങ് ഞങ്ങളോട് പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ട അതിൻ്റെ ആവശ്യകതയെപ്പറ്റി സംസാരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, പ്രലോഭനങ്ങളിൽ പെട്ട് ജീവിക്കുന്നവരും അതിന് കാരണക്കാരായവരെയും ഒക്കെ ഞങ്ങൾ ഈ സമയം അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മദ്യാസക്തി, ജീവിത വ്യഗ്രത, സുഖലോലുപത എന്നീ ലക്ഷ്യങ്ങളിലേക്ക് മനുഷ്യൻ അടുക്കുമ്പോൾ കർത്താവിനെ ഉപേക്ഷിക്കുന്നതും പല പ്രലോഭനങ്ങളിൽ ഇനി ഒരിക്കലും അതിൽ നിന്ന് തിരിച്ചു കയറാൻ സാധിക്കാത്ത രീതിയിൽ വീഴുന്നതും, കർത്താവെ, അങ്ങനെയായിട്ടുള്ള എല്ലാ വ്യക്തികളെയും അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെ തകർന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും അവരെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളെയും ജീവിത പങ്കാളികളെയും മക്കളെയും ഒക്കെ കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, കർത്തൃപ്രാർത്ഥനയിൽ പറയുന്ന പോലെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ, അങ്ങയേക്കാൾ ഉപരി മറ്റൊന്നിനെ സ്നേഹിക്കാൻ ഞങ്ങൾക്കിടയാതിരിക്കട്ടെ. ഈശോയെ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ വചനമനുസരിച്ച് കർത്താവെ, അങ്ങയുടെ ശക്തിയാൽ നിലനിൽക്കുന്നവരായ എല്ലാവരെയും അങ്ങ് ചേർത്ത് നിർത്തണമേ. കർത്താവെ, പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും ധൈര്യവും നൽകി ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ജീവിതാന്തസ്സിലും പെട്ടവരെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം നിറവേറ്റാൻ തക്ക രീതിയിൽ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈശോയോട് നിരന്തരമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.